കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ ഉറവിടമായിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും. വിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്നതിലൂടെ നമ്മൾ വിശുദ്ധ പാരമ്പര്യത്തെയാണ്, സഭയുടെ പുരാതനമായ പാരമ്പര്യത്തെ കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ പാരമ്പര്യം നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്ന വഴിയായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തെയും നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്രകാരം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നൂറുമേനി അതിൻ്റെ സീസൺ 3 കടന്നിരിക്കുകയാണ്. നൂറുമേനി സീസൺ 3 സന്യാസികളുടെയും സന്യാസാർത്ഥിനികളുടെയും വൈദിക വിദ്യാർത്ഥികളുടെയും വിഭാഗത്തിൽ നടത്തിയ മത്സരത്തിൻ്റെ ഫലപ്രഖ്യാപനം വേളയാണിത്. ഫലപ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തുവാൻ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വികാരി ജനറാൾ ബഹുമാനപ്പെട്ട സ്കറിയ കന്യാകുളച്ചനെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വലിയ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു സമയമാണിത്. നൂറുമേനി സീസൺ 3 നടത്തിയതിലൂടെ ദൈവവചനം അനേക ആയിരങ്ങളിലേക്ക് കൈമാറുവാൻ സാധിച്ചു എന്നുള്ളതാണ്. വചനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ്. വചനം പഠിച്ചുകൊണ്ട് എഴുതിക്കൊണ്ട് നാം ആ സമ്മാനത്തിൽ പങ്കുചേരുന്നു. വീണ്ടും ഈ പഠിച്ച വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ എന്താണോ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് അത് പൂർണ്ണമായിട്ടും നിറവേറ്റുവാനാണ് സാധിച്ചത്. ഈ അവസരത്തിലെ ഈ നൂറുമേനി സീസൺ 3 നടത്തിയ അതിരൂപതയുടെ ബൈബിൾ അപ്പസ്റ്റോലിൻ്റെയും കുടുംബ കൂട്ടായ്മയുടെയും അംഗങ്ങളെയും മാക് ടിവിയെയും അതോടൊപ്പം തന്നെ ഷാലോമിനെയും അഭിനന്ദിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സന്യാസിനികൾ, സന്യാസാർത്ഥിനികൾ, വൈദ്യ വിദ്യാർത്ഥികൾ എന്നിവർക്ക് വേണ്ടിയാണല്ലോ ഈ മത്സരം നടത്തിയത്. നമുക്ക് വലിയ സന്തോഷം നൽകുന്നത് 3 മണിക്കൂറിനുള്ളിൽ 190-ലധികം വചനങ്ങൾ എഴുതി സമ്മാനം നേടിയ മത്സരാർത്ഥികളാണ് നമ്മോടൊപ്പം ഇന്നുള്ളതെന്നുള്ളതാണ് വലിയ സന്തോഷം നൽകുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടുകൂടി ഈ ഫലം പ്രഖ്യാപിക്കുക. കാറ്റഗറി എ നോവിസസ് റിന്യൂ മാത്യു FCC 1-ാം സ്ഥാനം, അനിറ്റ ട്രീസ ജോസഫ് FCC 2-ാം സ്ഥാനം, അമ്മു ബി തറപ്പേൽ FCC 3-ാം സ്ഥാനം, ക്രിസ്റ്റി വിൻസെൻ്റ് SIBS 4-ാം സ്ഥാനം, മേബിൾ ചാണ്ടി SIBS 5-ാം സ്ഥാനം. കാറ്റഗറി ബി സന്യാസിനികൾക്കുള്ളത് 1-ാം സമ്മാനം സിസ്റ്റർ മാർഗ്രറ്റ് മരിയ CMC, 2-ാം സമ്മാനം സിസ്റ്റർ ക്രിസ്റ്റീന കുഴിപ്പത്താലിൽ SIBS, 3-ാം സമ്മാനം സിസ്റ്റർ നിവ്യ തെരേസ് CMC, 4-ാം സമ്മാനം സിസ്റ്റർ ലൗണ നെന്മനിക്കാട്ടിൽ SMMI, 5-ാം സമ്മാനം സിസ്റ്റർ ടെസ തെരേസ് CMC. കാറ്റഗറി സി 1-ാം സമ്മാനം സിസ്റ്റർ സിസി മരിയ FCC, 2-ാം സമ്മാനം സിസ്റ്റർ ഗ്രേസി FCC, 3-ാം സമ്മാനം സിസ്റ്റർ ടീന SIBS, 4-ാം സമ്മാനം സിസ്റ്റർ മരിയ FCC, 5-ാം സമ്മാനം സിസ്റ്റർ സിസി ജോസ് SIBS. കാറ്റഗറി ഡി 1-ാം സമ്മാനം സിസ്റ്റർ ലില്ലി ട്രീസ FCC, 2-ാം സമ്മാനം സിസ്റ്റർ മേരി ജെയ്സൺ MLF, 3-ാം സമ്മാനം സിസ്റ്റർ സുജ എസ്ലി, 4-ാം സമ്മാനം സിസ്റ്റർ നിർമ്മല FCC, 5-ാം സമ്മാനം സിസ്റ്റർ സിസി സെബാസ്റ്റ്യൻ CMC. കാറ്റഗറി ഇ സിസ്റ്റർ മേരി ഫെലിക്സ് MLF 1-ാം സ്ഥാനം, സിസ്റ്റർ വിൻസെൻസിയ കൊളൂക്കൻ MLF 2-ാം സ്ഥാനം,
വൈദിക വിദ്യാർത്ഥികൾക്ക് നടത്തിയ മത്സരത്തിൻ്റെ സമ്മാനങ്ങൾ താഴെ പറയുന്ന പ്രകാരമാണ്. തിയോളജി വിഭാഗം 1ാം സമ്മാനം ബ്രദർ വാണിയപ്പുരിക്കൽ കുഞ്ചറിയ. 2ാം സമ്മാനം ബ്രദർ വട്ടപ്പറമ്പിൽ ജോൺ. 3ാം സമ്മാനം 2 പേർക്കാണ്, ബ്രദർ തുണ്ടുപറമ്പിൽ ആൻ്റണി, ബ്രദർ മടത്തുശ്ശേരിൽ ജോസഫ്. 4ാം സമ്മാനം ബ്രദർ ഉറവടി സെബാസ്റ്റ്യൻ. 5ാം സമ്മാനം ബ്രദർ കളത്തിപ്പറമ്പിൽ ജോസഫ്. ഫിലോസഫി വിഭാഗം 1ാം സമ്മാനം ബ്രദർ തോപ്പിൽ സ്കറിയ. 2ാം സമ്മാനം ബ്രദർ പ്ലാമ്പറമ്പിൽ പോൾ. 3ാം സമ്മാനം ബ്രദർ പാന്തോപ്പിൽ നിതിൻ. 4ാം സമ്മാനം ബ്രദർ നടുവിലേഴം സെബാസ്റ്റ്യൻ. 5ാം സമ്മാനം ബ്രദർ പാലക്കൽ ഷിൻഡോ. 4ാം വർഷം വൈദിക വിദ്യാർത്ഥികളുടെ മത്സരത്തിൻ്റെ ഫലം താഴെ പറയുന്ന ക്രമമാണ്. 1ാം സമ്മാനം ബ്രദർ പടിഞ്ഞാറേപ്പറമ്പിൽ ഫിലിപ്പ്. 2ാം സമ്മാനം ബ്രദർ നെരേത്ത് ജോസഫ്. 3ാം സമ്മാനം ബ്രദർ തോമസ് ഏറത്തേടത്ത് കിഴക്കേരി. 4ാം സമ്മാനം പോത്താലിൽ വർഗീസ്. 5ാം സമ്മാനം വെളുത്തേടത്ത് പറമ്പിൽ ഫിലിപ്പ്. മൈനസ്മാരിക്കാർക്കായി നടത്തിയ മത്സരത്തിൻ്റെ റിസൾട്ട്: 1ാം സമ്മാനം ബ്രദർ ക്രിസ്റ്റി മാളിയേക്കൽ. 2ാം സമ്മാനം ബ്രദർ ഫ്രാൻസിസ് കൊല്ലംപറമ്പിൽ. 3ാം സമ്മാനം ബ്രദർ ജോഷുവ പൗഞ്ചറ. 4ാം സമ്മാനം ബ്രദർ അമൽ പായിക്കാട്ടുമറ്റം. 5ാം സമ്മാനം ബ്രദർ മാർട്ടിൻ കുരിശിമൂർ. ഒരിക്കൽ കൂടി ഈ മത്സരത്തിൽ പങ്കെടുത്തവരെയും വിജയിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. വചനം നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമായി തീരും. വളരെയേറെ സന്തോഷകരമായ ഒരു കർമ്മത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത നൂറുമേനി വചന മനപ്പാഠ മത്സരം 3ാം സീസൺ അതിൻ്റെ സമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ